ഇനി ഞാനൊരു ചോദ്യം, മുഖ്യമന്ത്രി അറിയാതെയാണ് ഈ PR ഏജൻസിയിലെ ആളുകൾ ഈ വാചകം ഹിന്ദുവിലേക്ക് അഡീഷണലായി എഴുതി കൊടുത്തതെങ്കിൽ ആ PR ഏജൻസിക്കെതിരായി കേസെടുക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? ആരാ സുബ്രഹ്മണ്യനാണ് എഴുതി കൊടുത്തതെന്ന് പറയുന്നു. സുബ്രഹ്മണ്യനോട് ഞാൻ നേരത്തെ അജിത് കുമാറിന്റെ കാര്യത്തിൽ ചോദിച്ചതുപോലെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പട്ടിൽ പൊതിഞ്ഞ ഒരു ശകാരമെങ്കിലും അവനോട് നടത്തിയോ? ഈ TD സുബ്രഹ്മണ്യനോട് മുഖ്യമന്ത്രി വിളിച്ചിട്ട് പോലുമില്ല ഫോണിൽ. ഇത് വന്ന് ഇത്രയും വിവാദം ഉണ്ടായിട്ട് ഈ ഏജൻസിയെയോ ഈ സുബ്രഹ്മണ്യനെയോ മുഖ്യമന്ത്രിയുടെ ഒന്ന് ഫോണിൽ പോലും മുഖ്യമന്ത്രി വിളിച്ചില്ല. നീ എന്തിനാണ് അത് ചെയ്തത്? അദ്ദേഹത്തിന്റെ ഒരു രീതി ഉണ്ടല്ലോ, എന്തിനാണ് അത് ചെയ്തത് എന്ന് അവനോട് ചോദിച്ചോ അവനോട്? അവൻ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ നറേറ്റീവാണ് അവർ എഴുതി കൊടുത്തത്. സംഘപരിവാർ നറേറ്റീവ് നിങ്ങൾ ആവർത്തിക്കുകയാണ് എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരുവിധ സംശയവും വേണ്ട. ഇവിടെ നിങ്ങൾക്കറിയാവോ ഈ മലപ്പുറത്തെ കാര്യത്തെ കുറിച്ച് പറഞ്ഞു. എന്താ മലപ്പുറത്തെ സംഭവം? നിങ്ങൾ സെപ്റ്റംബർ 13 ഈ സെപ്റ്റംബർ 13 ഡൽഹിയിലെ നാഷണൽ മീഡിയയിൽ, അതാണ് ശ്രീ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ പ്രധാനപ്പെട്ട ചോദ്യം, എല്ലായിടത്തും ഒരു വാർത്ത വരികയാണ്. കേരളത്തിൽ മലപ്പുറം ജില്ലയിൽ ഭയങ്കരമായി ഗോൾഡ് പിടിച്ച് ഭയങ്കര പ്രശ്നമാണ്. ഇവിടെ ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസിന് വേണ്ടി ഈ പണം ഉപയോഗിക്കുന്നു. കേരളത്തിനെ കുറിച്ചുള്ള സാധനമാണ് മുഴുവൻ PR ഏജൻസിയാണ് കൊടുത്തത്. സാർ സെപ്റ്റംബർ 21 അത് 5 വർഷത്തെ കള്ളക്കടത്ത് പിടിച്ചാണ് വന്നത്. സെപ്റ്റംബർ 21 മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തുന്നു. അപ്പോഴും അദ്ദേഹം മലപ്പുറം എന്ന് പ്രത്യേകം പറഞ്ഞു. ഇതേ കാര്യം അദ്ദേഹം ആവർത്തിച്ചു, ഒരു വ്യത്യാസം മാത്രം. ആദ്യം 5 കൊല്ലത്തെ കള്ളക്കടത്താണ് പറഞ്ഞിരുന്നെങ്കിൽ ഇത് 3 കൊല്ലത്തെ കള്ളക്കടത്ത് പറഞ്ഞു. സെയിം മാറ്റർ. സാർ 29 അദ്ദേഹം ഹിന്ദുവിന് ഇന്റർവ്യൂ കൊടുക്കുന്നു. ഹിന്ദു പത്രത്തിൽ ഈ വാർത്ത വരുന്നു. ഇതിന്റെ 3 സ്ക്രിപ്ചറും ഒരേ നറേറ്റീവാണ്. ഒരു സ്ഥലത്ത് ഉണ്ടാക്കിയതാണ്. മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിലെ സ്റ്റാറ്റിസ്റ്റിക്സും മെറ്റീരിയലും, ഹിന്ദുവിന് അദ്ദേഹം കൊടുത്ത ഇന്റർവ്യൂവിലെ മെറ്റീരിയൽ, ഈ PR ഏജൻസി സെപ്റ്റംബർ 13 നാഷണൽ മീഡിയയ്ക്ക് കൊടുത്ത മുഴുവൻ മെറ്റീരിയൽ എല്ലാം ഒന്ന് തന്നെയാണ്. ഹിന്ദുവിൽ അഡീഷണൽ ആയിട്ട് വന്ന സംഭവം എന്താ? Whenever government acts against Muslim extremist elements, these forces try to project that we are acting against Muslims. മുഖ്യമന്ത്രിയുടെ ഇന്റർവ്യൂ. For example, 150 kilogram of gold and hawala money worth 123 crore were seized by the state police in the last 5 years from Malappuram district. This money is entering Kerala for anti-state and anti-national activities. ഇതാണ് അന്ന് നിഷേധിച്ചില്ല. ഹിന്ദു പത്രം പുറത്തിറക്കിയത് അന്ന് നിഷേധിച്ചില്ല. പിറ്റേ ദിവസം ഭയങ്കര ശക്തമായ വികാരം ഈ ഹിന്ദു ഇന്റർവ്യൂവിനെതിരെ വന്നപ്പോൾ പിറ്റേ ദിവസം ഉച്ചയ്ക്ക് മുഖ്യമന്ത്രിയുടെ മീഡിയ സെക്രട്ടറി ഹിന്ദുവിനൊരു കത്തെഴുതുന്നു. അപ്പോൾ ഹിന്ദു ഒരു റിപ്ലൈ എടുക്കുന്നു. ആ റിപ്ലൈയിലാണ് കെയ്സൺ എന്ന് പറയുന്ന ഏജൻസിയാണ് ഹിന്ദുവിനെ അപ്രോച്ച് ചെയ്തത്. ഹിന്ദു കൺവെൻഷണൽ പത്രമാണ്. വാർത്ത കൺഫേം ചെയ്യാതെ സാധാരണ ഇടില്ല. അവർ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ കൂടെ 2 പേർ കമ്പനിയുടെ റെപ്രസെന്റേറ്റീവ്സ്മാർ ഉണ്ടായിരുന്നു. 2 പേരുണ്ടായിരുന്നു. അവരാണ് എഴുതി തന്നത്, റിട്ടൺ എഴുതി തന്നത് ഈ അഡീഷണൽ ആയിട്ടുള്ള ഈ സാധനം കൂടി കൊടുക്കണം. അതിനവർ കാരണം പറഞ്ഞത് സെപ്റ്റംബർ 21 പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഞങ്ങൾ എഴുതി തരുന്നത് എന്ന് പറഞ്ഞ് അവർ കൊടുത്തു എന്നാണ്. മുഖ്യമന്ത്രി നിഷേധിച്ചു. എനിക്ക് ഇതാണ് PR ഏജൻസി ഇല്ല. ആരോ മറ്റേ TK ദേവകുമാറിന്റെ മകൻ അവിടെ ഉണ്ടായിരുന്നു. ഓക്കെ, വേറൊരു ആരോ ഒരാൾ കയറി വന്നു. ആരാ? ഈ ഇന്റർനാഷണൽ PR ഏജൻസിയുടെ ഹെഡ് വിനീത് ഹണ്ടെ. ആര്? നമ്മുടെ മുഖ്യമന്ത്രിയുടെ മുറിയിലേക്ക്. നമ്മുടെ ആരെങ്കിലും മുറിയിലേക്കാണെങ്കിൽ പിന്നെ നമുക്ക് വിശ്വസിക്കുക. ഈ പോലീസിന്റെ റിംഗ് റൗണ്ട് എല്ലാം നടത്തി അനുമതി കിട്ടി മുഖ്യമന്ത്രി ഇന്റർവ്യൂ ചെയ്യുന്നതിന്റെ കൂടെ ചെന്ന് നിന്നു. അല്ലേ ഹിന്ദു പറഞ്ഞത്? നിഷേധിച്ചില്ലല്ലോ. ആരോ ഒരാൾ മുഖ്യമന്ത്രി ഹിന്ദു ലേഖയ്ക്ക് ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ തൊട്ടടുത്ത് കൈയും കെട്ടി പരിചയമില്ലാത്ത ഒരാൾ ഈ പിണറായി വിജയന്റെ അടുത്ത് നിന്നെന്ന് പറയാം. എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് അക്കാര്യത്തിലൊക്കെ നല്ല ബഹുമാനമുള്ളത്. ഒരാൾ നിൽക്കില്ല. അത് ഏജൻസിയാണ്. നിങ്ങൾ എത്ര മൂടി വെക്കാൻ ശ്രമിച്ചാലും, നിങ്ങളൊരു PR ഏജൻസി ഏൽപ്പിച്ചിരുന്നു. കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഹിന്ദുവിനോട് അങ്ങോട്ട് ചോദിച്ചിട്ടാണോ ഇന്റർവ്യൂ കൊടുക്കുന്നത്? അങ്ങോട്ട് ചോദിച്ച് ഹിന്ദുവിന് മുഖ്യമന്ത്രി ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്കറിയാം ഡൽഹിയിൽ ആണ് പോയി കൊടുത്തത്. ഈ 4 ഇലക്ഷൻ ആയിരുന്നു. ഹരിയാനയിലും 2-3 മിനിറ്റ്
ഈ ഹരിയാനയിലും ജമ്മു കാശ്മീരിലും ഇലക്ഷൻ ആയിരുന്നു. 30-ാം തീയതിയാണ് സംഘപരിവാറിന്റെ അജണ്ട പുറത്തു വരുന്നത്. സംഘപരിവാർ പറയാണ് കേരളത്തെക്കുറിച്ച്, കേരളത്തിലെ ഒരു സമുദായത്തെക്കുറിച്ച് വ്യാപകമായി പ്രചരിക്കുന്ന കാര്യം 30-ാം തീയതി ഡൽഹിയിൽ വരികയാണ്. ഇതാരുടെ ശില്പശാലയിൽ വാർത്തെടുത്തതാണ് ഈ നറേറ്റീവ്, ഈ പൊളിറ്റിക്കൽ നറേറ്റീവ്? ഒരു കമ്മ്യൂണിറ്റിക്കെതിരായി, ഒരു ജില്ലക്കെതിരായി, ഒരു സ്റ്റേറ്റിനെതിരായി ഉള്ള സംഘപരിവാർ അജണ്ട. ഞാൻ വ്യവസായ മന്ത്രിയോട് പറയുന്നു, കുനാൽ പുരോഹിത് അങ്ങേക്ക് അറിയാൻ പറ്റും, ഡൽഹിയിലെ വലിയ പത്രപ്രവർത്തകൻ, അദ്ദേഹം എഴുതിയ മനോഹരമായ ഒരു പുസ്തകമുണ്ട്, എച്ച് പോപ്പ്, അതായത് സീക്രട്ടീവ് അജണ്ട ഓഫ് ദ ഹിന്ദുത്വ സ്റ്റാർസ്. അവര് ചില നറേറ്റീവ്സ് ഉണ്ടാക്കും. അത് മുസ്ലിമിനെതിരെ ഉണ്ടാക്കും. ക്രിസ്ത്യാനികൾ മുഴുവൻ കൺവേർട്ട് ചെയ്യുന്നവരാണ്. മുസ്ലിമിന്റെ ജനസംഖ്യ കൂടിക്കൊണ്ടിരിക്കുകയാണ്. 2050 ആകുമ്പോഴേക്കും മുസ്ലിം പോപ്പുലേഷൻ ഇന്ത്യയിൽ നമ്പർ 1 ആവും. ഇതൊക്കെ അവരുടെ ചില ക്രിയേറ്റീവാണ്. ആന്റി നാഷണൽ ആക്ടിവിറ്റീസ്, സ്മഗ്ലിംഗ് നടത്തുന്നത് മുഴുവൻ ഒരു കമ്മ്യൂണിറ്റിയാണ്. ഹവാല നടത്തുന്ന മുഴുവൻ കമ്മ്യൂണിറ്റിയാണ്. ഈ കള്ളക്കച്ചവടം എല്ലാ കമ്മ്യൂണിറ്റിയിലും പെട്ടവർക്കുണ്ട്. ആരിത് ചെയ്താലും, ഞാൻ കൺക്ലൂഡ് ചെയ്യാം, 2 minutes, ആരിത് ചെയ്താലും ഇത് തെറ്റ് തന്നെയാണ്. അതിനെ ഒരു സംസ്ഥാനത്തിന്റെ, ഒരു ജില്ലയുടെ, ഒരു കമ്മ്യൂണിറ്റിയുടെ തലയിൽ വെക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് മുഖ്യമന്ത്രി കൂട്ടുന്നു.